ശ്രീ എം ജയചന്ദ്രൻ. ഓക്കെ 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 ഈ പിന്നെ 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പ്രവർത്തികൾക്ക്, പുതിയ പ്രവർത്തികൾക്കും പിന്നെ മറ്റ് പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ ഇല്ലാതെ ഊരാളുകളിന് കൊടുക്കാം എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. അത് പിന്നെ പിന്നീട് വന്ന VS സർക്കാരിന്റെ കാലത്തല്ല, 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ആ കാലം മുതൽ അവർ പിന്നെ വിവിധ കരാർ പ്രവർത്തികളിൽ ടെൻഡർ ഇല്ലാതെ ഇടപെടുകയും ജോലികൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതൊരു കാര്യം. മറ്റേത് ഈ പിന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ, അയ്യപ്പ സംഗമം എന്ന് ഞാൻ പറഞ്ഞത് ആ പത്രക്കുറിപ്പിന്റെ ശീർഷകത്തിൽ ലോക അയ്യപ്പ സംഗമം എന്നാണ്. പക്ഷെ എന്നാൽ ആ മാറ്ററിൽ, റണ്ണിങ് മാറ്ററിൽ പറയുന്നുണ്ട് അയ്യപ്പ ഭക്ത സംഗമം എന്ന് തന്നെ റണ്ണിങ് മാറ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ആ ഹെഡിങ്ങിൽ എത്ര മാറ്റം വരുത്താൻ ബന്ധപ്പെട്ടവരെ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഇനി പിന്നെ മുഖ്യമന്ത്രി, മുഖ്യ രക്ഷാധികാരിയും ബാക്കി മന്ത്രിമാർ രക്ഷാധികാരികളുമായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ സംവിധാനം. അതിനൊരു ഉദ്ഘാടന സമ്മേളനമുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ പിന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം, സംസ്ഥാന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണേന്ത്യയിലെ മറ്റെല്ലാ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആത്മീയ ഐക്യ സമ്മേളനമുണ്ട്, സ്മാരക പ്രദർശനമുണ്ട്, പിന്നെ സന്ദർശനങ്ങൾ, പ്രധാന സ്ഥലങ്ങൾ, സാംസ്കാരിക പരിപാടികളുണ്ട്, ആഗോള ഭക്തജന സംഗമമുണ്ട്. ഇത്രയും പരിപാടികളായിട്ടാണ് അത് പിന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതില് നിങ്ങൾ പിന്നെ ആകുലപ്പെടുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഇതിന്റെ അകത്ത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ബിന്ദു അമ്മിണിമാര്, അവരെ പോലുള്ളവരൊക്കെ ഇത്തരം വാദങ്ങളൊക്കെ പിന്നെ ദയവായി ഈ കളയണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കുറച്ചുകൂടെ മിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ മിതത്വം പാലിക്കണം നന്നായിരിക്കും എന്നൊരു അഭിപ്രായമേ എനിക്കുള്ളൂ. കാരണം അതിനൊന്നും അല്ലല്ലോ ഈ പരിപാടി നടത്തുന്നത്. ഇതിന്റെ പുറകിൽ മറ്റെന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ. പിന്നെ എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതിനുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. കാരണം ഭക്തസംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ ഇതിൽ വിളിച്ചിട്ടേയില്ല, ഇതിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിൽ വിളിച്ചിട്ടില്ല. അവിടെയാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം, പണം ഉണ്ടാക്കാനുള്ള ഉപാധിയല്ലേ ഈ സംഗമം എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. അല്ല, ഞാൻ താങ്കളുടെ ചോദ്യത്തിൽ മറ്റേ ഇവർ പറഞ്ഞതിൻ്റെ അകത്ത് അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതോടെ ചേർത്താണ് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇതിപ്പോ ഞാൻ പറഞ്ഞത് പ്രാദേശികമായ ഒരു സംഘാടക സമിതി യോഗം അല്ലെങ്കിൽ സ്വാഗത സംഘം എന്നുള്ളതല്ല. അവിടെ ഒരു സ്വാഗത സംഘം നടന്നു. സ്വാഭാവികമായിട്ടും നടത്താൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ട തീരുമാനിക്കുന്നത് ആൾക്കാരെല്ലാം കൂടെ വിളിച്ചിരുത്തിയിട്ടല്ലല്ലോ. അതിന്റെ മറ്റൊരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. ഒരു വിപുലമായ സമ്മേളനം നടത്തുമ്പോഴേക്ക് അതിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ ചേർന്നത്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം പങ്കെടുപ്പിച്ച് തീർച്ചയായും അനിൽ വിളയിലിനെയൊക്കെ പങ്കെടുപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. മറ്റേ FJR കുമാർ, ഇവരെ പോലുള്ളവരൊക്കെ പങ്കെടുപ്പിക്കാനാണ് സർക്കാരിന്റെ താല്പര്യമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവരെയൊന്നും ഒഴിവാക്കിക്കൊണ്ടല്ല. അല്ല അവിടെയാണ് ശ്രീ എം ജയചന്ദ്രൻ, വലിയ പ്രതിഷേധമാണ് ഉയർന്നു കഴിഞ്ഞത്. ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞു, ഭക്തജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു, പൊതുസമൂഹം തന്നെ അത് തിരിച്ചറിയുകയാണ്. ഇടതുപക്ഷ സർക്കാർ എന്തിനീ സംഗമം നടത്തുന്നു എന്നുള്ള അത് തിരിച്ചറിയാണ്, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ ചില മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്.